പിണ്ടിമന ഐരൂർ പാടത്ത് UDF നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പിണ്ടിമന പഞ്ചായത്തിനോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും MLAയും വിവേചനം തുടരുന്നുവെന്നും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത പടർത്തുന്ന രീതിയിൽ 10ാം വാർഡ് മെമ്പർ ദുഷ്പ്രചാരണം നടത്തുന്നുവെന്നും യോഗം ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ എറണാകുളം ജില്ലാ പഞ്ചായത്ത് 68 കോടി രൂപ പ്ലാൻ ഫണ്ടും അതോടൊപ്പം തന്നെ മെയിനൻസ് ഗ്രാൻഡും CFC ഗ്രാൻഡും ഒക്കെ ആയി ഏകദേശം 100ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ്. ഈ 2010-15 കാലഘട്ടത്തിൽ ശ്രീ ജെസ്സി സാജു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം ഇപ്പോഴത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ആൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്ന് വിലയിരുത്തണമെന്നാണ് ഈ വികസന മുരടിപ്പ് അല്ലെങ്കിൽ വികസനത്തിന് തടസ്സം നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സമരം ചെയ്യുന്നവർ ഒന്ന് വിവരാവകാശം വച്ചാൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 2010-15 കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനവും ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനവും ഒന്ന് തുലനം ചെയ്യണമെന്നാണ് ഈ പ്രദേശത്തെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മളൊക്കെ വിവിധ കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ജനപ്രതിനിധിയാകുന്നത് വരെ നമുക്ക് രാഷ്ട്രീയമുണ്ടാകാം. പക്ഷേ വികസന പ്രവർത്തനങ്ങളിൽ ഒരിക്കലും രാഷ്ട്രീയം കലരാൻ പാടില്ല. ജനപ്രതിനിധികൾ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണമെന്ന കാഴ്ചപ്പാടിന് വിപരീതമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വാർഡിൽ തന്നെ വീണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വീണ്ടും കൊടുത്തുകൊണ്ട് മറ്റ് മേഖലയെ തഴയപ്പെടുന്ന സമീപനം സ്വീകരിച്ചപ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് NOC തടഞ്ഞു വച്ചിട്ടുള്ളത് എന്ന്. ഐരൂർ പാടത്തെ അമ്മച്ചി കുടിവെള്ള പദ്ധതി നവീകരണത്തിന് 15 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പണി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഓപ്പൺ ജിംനേഷ്യം അനുവദിച്ച വാർഡിൽ തന്നെ 1/2 കിലോമീറ്റർ മാറി രണ്ടാമതൊരു ഓപ്പൺ ജിംനേഷ്യം അനുവദിച്ചുകൊണ്ട് മറ്റു വാർഡുകളോടും പ്രദേശത്തോടും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം വിവേചനം തുടർന്നു വരികയാണെന്നും യോഗം പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ ജനങ്ങളെ പ്രാദേശികമായും മറ്റ് ദുരുപദിഷ്ട താൽപര്യങ്ങൾ മുൻനിർത്തിയും തമ്മിലടിപ്പിക്കാനുള്ള നീക്കമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി. കുടിവെള്ള ഗുണഭോക്താക്കളെയും നാട്ടിലെ യുവാക്കളെയും വാർഡ് മെമ്പർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു രേഖകൾ ഉയർത്തി ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന് താഴെ ഇരിക്കുമ്പോൾ ഈ ഭരണസമിതി 9 അംഗങ്ങളും 19,400 രൂപ സമരവുമായി പഞ്ചായത്തിൽ കുത്തിയിരുന്ന സമയത്ത് ഞങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ സഹ മെമ്പർമാർക്കറിയാം. ഇത്രയും പൈസ ഞങ്ങൾ ഓക്സിജൻ ഡൈവേഴ്സിറ്റി പാർക്കിലേക്ക് വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഞാൻ എനിക്കറിയാം 2010-15 ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു മെമ്പറായിരുന്നു. 1 കോടി 1.5 കോടി രൂപയോളമാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്നത്. ആകെ ഈ പഞ്ചായത്തിന് കിട്ടുന്ന അത്രയും പൈസയേ ഉള്ളൂ. ഞാൻ നുണ പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 13 വാർഡിലേക്ക് ഒരു പഞ്ചായത്തിന് അനിവാര്യ പ്രോജക്റ്റുകൾ മാറ്റിയതിനു ശേഷം 10 ലക്ഷം രൂപ താഴെയാണ് ഞങ്ങൾക്ക് മെമ്പർമാർക്ക് ഡിവൈഡ് ചെയ്യാൻ കിട്ടുക. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും 4 മെമ്പർമാർക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ നറുക്കിടാണ്ടായ കാര്യം SM അലിമാഷ് മാത്രം. അലിമാഷ് പറഞ്ഞു എന്റെ വാർഡിലേക്ക് തന്നെ, മറ്റുള്ളവർ പറഞ്ഞു എന്റെ വാർഡിലേക്ക് തന്നെ. ആകെ 8 ലക്ഷം രൂപയേ ഉള്ളൂ. എന്റെ വാർഡിലേക്ക് തന്നെ 13 പേരും ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ ആരെങ്കിലും 4 പേര് പറ. അപ്പൊ എല്ലാരും പറഞ്ഞു എന്റെ റോഡ് ഇന്നത് അവിടെ ഇങ്ങനെ കിടക്കുക, എന്റെ അപ്പുറം ഇങ്ങനെ കിടക്കുക. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, 13 നറുക്കിടാൻ പറഞ്ഞു. എന്റെ മെമ്പർമാരോട് ചോദിച്ചു നോക്ക്, 13 നറുക്കിടാൻ പറഞ്ഞു. ഒരു UDFന്റെ മെമ്പർക്കാ കിട്ടുള്ളൂ. ബാക്കി 2 LDFന്റെ മെമ്പർക്കും 1 BJP മെമ്പർക്കും കൊടുത്തു. അങ്ങനെയൊക്കെയാണ് പഞ്ചായത്തിന്റെ വികസനവുമായി പോകുന്നത്. ഈ ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. എന്റെ മക്കൾ വന്നിട്ട് 1 ലക്ഷം ചോദിച്ചാൽ ഞാൻ എങ്ങനെ കൊടുക്കും? എന്റെ കയ്യിൽ ഉള്ളതിന്റെ വീതം 10-1 അലിമാഷക്ക് 13 അവകാശപ്പെട്ടതാ. 13 കൂടുതൽ ഇന്ന് വരെ ആത്മാർത്ഥതയോടുകൂടി ചങ്കിൽ കൈവച്ച് പറഞ്ഞാൽ ഈ UDFന്റെ മെമ്പർമാർക്ക് കൊടുക്കുന്നതിൽ 1 രൂപയെങ്കിലും കൂടുതലല്ല കുറച്ചിട്ടില്ല. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹസൻ മൗലവി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ, മുൻ വാർഡ് മെമ്പർമാരായ സീതി മുഹമ്മദ്, NM യൂസഫ്, ജോസ് കൈതക്കൽ, സണ്ണി വേളൂക്കര, നോബിൾ ജോസഫ്, ബിനോയ് പുളിനാട്ട്, ജോളി ജോർജ്, ബേസിൽ തണ്ണിക്കോട്ട്, അപ്പുകുട്ടൻ, ജോയ് കവുങ്ങമ്പിള്ളിൽ, മോഹനൻ മണിയേലിൽ, PA അഹമ്മദ് കുട്ടി, രവീന്ദ്രൻ ചെല്ലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.